ഹലോ, നമ്മളെല്ലാവരും പതിവായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണല്ലേ പരിപ്പും ചീരയും. അതൊന്ന് തെലുങ്ക് സ്റ്റൈൽ ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഒരു കപ്പ് പരിപ്പ് എടുക്കുക, അതൊരു 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കുക കേട്ടോ. ഈ സോക്ക് ചെയ്യാൻ വെച്ചാൽ ഒരു കപ്പ് പരിപ്പിലേക്ക് ആവശ്യത്തിന് വേവാൻ ആവശ്യമില്ല ഒരു 2-3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. റിഫൈൻഡ് ഓയിലാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. 2 പഴുത്ത തക്കാളി, പിന്നെ അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അത് മൂടി വെക്കുക. അതായത് നമ്മൾ വേവാൻ വെക്കുക. ഒരു 3 വിസിലാണ് കേട്ടോ അതിൻ്റെ കണക്ക്. പിന്നെ നമുക്കൊരു മിക്സർ ജാറിലേക്ക് ഒരു 5-6 പച്ചമുളകും 7-8 വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കൂടെ ചേർത്ത് അരച്ച് അവിടെ മാറ്റി വയ്ക്കുക. വെള്ളം ചേർക്കരുത് കേട്ടോ. പിന്നെ ഒരു ചീനച്ചട്ടി എടുക്കുക. അതിനകത്തേക്ക് വെജിറ്റബിൾ ഓയിലോ റിഫൈൻഡ് ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഓയിൽ ഒഴിക്കുക. അതിനകത്ത് കടുകിട്ട് പൊട്ടിക്കുക. 2 മുതൽ 5 വരെ വറ്റൽമുളക് ചേർത്ത് പൊട്ടി വരുമ്പം അതിനകത്ത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഈ മസാലയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കുക. ചീര ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ചീര ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നവരെയാണ് നമ്മൾ ഒന്ന് മിക്സ് ചെയ്യേണ്ടത്. ഇതൊരു ചീര ഒരു പകുതി ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് ചീരേനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പരിപ്പ് റെഡി ആയിട്ടുണ്ടാവും. പ്രഷറൊക്കെ പോയി നല്ല റെഡി ആയിട്ടുണ്ടാവും. അതൊന്ന് ഒരു പരിപ്പ് കുത്തിയ സ്പൂണോ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക, ഒന്ന് ഞെക്കി കൊടുക്കുക, ഒന്ന് ചതച്ച് കൊടുക്കുക. ഈ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് ചതഞ്ഞിരിക്കണം. ഇത് പരിപ്പായിട്ട് കിടക്കരുത് കേട്ടോ. നന്നായിട്ട് മാഷ് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ചീനച്ചട്ടിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ചീര നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഒന്നും നോക്കണ്ട, ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പരിപ്പ് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ കുക്കറിലും കൂടെ കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി ഒഴിച്ച് കൊടുത്താൽ അതിങ്ങനെ തിളച്ച് വരുമ്പോൾ ഒന്ന് കുറുകുറാന്നിരിക്കും കറി. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ.